വാ മോനെ. വേണ്ടച്ച, കപ്പിയാര് പറഞ്ഞ അച്ഛൻ കേട്ടതല്ലേ. ഇനി ഈ ഫാദറും കൂടി പറയുന്ന കേൾക്കാൻ എനിക്ക് വയ്യ. അച്ഛൻ പോയാ മതി. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ആ, ഇരിക്കെ. എവിടെന്ന് വരുന്നു? എൻ്റെ പേര് സേതു, മൂന്നാറിന്ന. പറഞ്ഞാട്ടെ. അച്ചോ, അത്യാവശ്യമായിട്ട് ഒരാളെക്കുറിച്ചൊന്ന് അറിയാനുണ്ടായിരുന്നു. ആരെക്കുറിച്ച്? അച്ഛൻ മുമ്പിരുന്നൊരു ഇടവകയില്ലേ, ചേലൂർക്കര? അതെ. അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ലോറൻസിനെ കുറിച്ചാ. ബാങ്ക് മാനേജറായിരുന്നു. വീട്ടുപേര് പീസ് കോട്ടേജ്. യെസ്, ലോറൻസ്. അതെ. ആ, അദ്ദേഹത്തിന്റെ? അദ്ദേഹം ഇപ്പോഴെവിടെ ഉണ്ടെന്ന് അറിയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഫാദറെ? അറിയാം. തൽക്കാലം എബി എന്ന പേരിൽ ലോറൻസിനടുക്കൽ ജീവനൊന്ന് കയറി പറ്റട്ടെ. മെല്ലെ ലോറൻസിന്റെ നിലപാടുകൾ മനസ്സിലാക്കാം. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. ലോറൻസിന്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഓ, തിരുവനന്തപുരത്ത് നാലാഞ്ചിറയ്ക്ക് അടുത്താ. നന്ദിയുണ്ട് അച്ചോ. ഓ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ ആയിക്കോട്ടെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. ഓ, ശരി. സന്തോഷം. ഹാപ്പി അല്ലേ? വേഗം നടക്കൂ കുഞ്ഞച്ചാ. നടക്കൂല്ലേ സാലി? കുഞ്ഞച്ചൻ എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. എന്റെ സാലിമോക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും, ഇതും ഇതിനപ്പുറം. അത് നേരാ. സാലിമോള് അവനോട് 2 വർത്തമാനം എനിക്ക് പറയണം. വേഗം വരണേ. ഓ, ഉറപ്പായിട്ടും. എന്താ പറയണമെന്ന് വന്നിട്ട് പറയാം. ഓ, മതി. കുറച്ച് കച്ചവടമൊക്കെ എങ്ങനെ? കുഴപ്പമില്ലല്ലോ. പരവായില്ല സാർ. അവസാനം സാലിയുടെ വലയിൽ വീണുല്ലേ? എന്റെ പപ്പേട്ട, നിങ്ങൾക്ക് തെറ്റി. അവള് എന്റെ വലയിലാ വീണത്, മനസ്സിലായോ? എന്നാലേ വല പൊട്ടിക്കാതെ നോക്കിക്കോ, വരാലാ ഇനം. അതെ, അതൊക്കെ ഈ മെമ്പർ കുഞ്ഞച്ചൻ നോക്കിക്കോളാം. പക്ഷെ കുഞ്ഞച്ചൻ കളമറിഞ്ഞ് കളി പഠിച്ചവനാ, മനസ്സിലായോ തനിക്ക്? ആ, എന്നാ പിന്നെ വരട്ടെ, ഞാൻ പോവാ. ആയുഷ്മാൻ ഭവ. ഭണ്ഡാരം. ഇനി അവളെങ്ങാനും വല പൊട്ടിക്കുമോ? എന്റെ മമ്മിയുടെ പേരാ. മോനെ, നീ ചെല്ല്. അച്ഛൻ തൽക്കാലം നീ പോയാ മതി. പേടിക്കണ്ട, കുരിശിങ്കിലച്ഛൻ്റെ ആളാണെന്ന് പറഞ്ഞാ മോന് ഗുണം ചെയ്യും. എന്നാലും അച്ഛനില്ലാതെ. മറ്റൊന്നും കൊണ്ടല്ല മോനെ, എന്നേക്കാൾ അധികാരത്തോടും അവകാശത്തോടും കൂടി മറ്റൊരാൾ നിന്നെ സ്നേഹിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഒരച്ഛൻ എന്ന നിലയിൽ ഞാനൊരധിക പറ്റാവൂ. അത് താങ്ങാനുള്ള ശക്തി. എന്താ അച്ഛാ ഇത്? നീ സന്തോഷത്തോടെ ചെല്ല്, ഞാൻ പ്രാർത്ഥിച്ചോളാം. ആ, തൽക്കാലം നിന്റെ അമ്മ ഇതൊന്നും അറിയണ്ട. അവൾക്കത് താങ്ങാനാവില്ല. അതിനുള്ള മനക്കരുത്തും അവൾക്കില്ല.
ആരാ? ലോറൻസ് സാറ്. ദേ പപ്പ ആരോ വിളിക്കുന്നു. എന്താ മോന്റെ പേര്? ജിനോ. ആരാ ആരാ? ഞാൻ ഞാൻ കുരിശിങ്കലച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. ആ, അച്ഛൻ വിളിച്ചിരുന്നു. എബീന്നല്ലേ പേര്? എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞ? മൂന്നാറിനടുത്താ. പോവാം സാറേ. ഇതെന്താടോ ഭാഗമൊക്കെ ആയിട്ട്? തിരികെ വരുമ്പോ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം. ഓ, ഇന്നാണല്ലേ തനിക്ക് പോകേണ്ടത്? ആ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇയാൾ വണ്ടി എടുത്തു. ഇതാരാ സാറേ? ഇത് നമ്മുടെ കുരിശിങ്കലച്ഛൻ പറഞ്ഞു വിട്ട ആളാ. പേര് എബി. ഓ, അതാണോ? ആ, താനെ കീയം കൊടുത്തര്. ദാ. താൻ വണ്ടി എടുത്തു. ശരി സാർ. അതെങ്കിൽ നന്നേക്ക്. ഇതിനു മുമ്പ് എന്തായിരുന്നു ജോലി? ഞാനൊരു എസ്റ്റേറ്റിലെ മാനേജറിന്റെ കൂടെയായിരുന്നു. അച്ഛനെങ്ങനെ അറിയാം? എന്റെ അച്ഛന്റെ സുഹൃത്ത്. ഓ, ശരി, വണ്ടി എടുത്തു. കുഞ്ഞച്ഛന് വട്ടായതാ തോന്നുന്ന പിള്ളച്ച. ഓ, എന്നാ ചെയ്യാനാടാവേ അവന്റെ ഒരു കഷ്ടകാലം. കുഞ്ഞച്ഛന്റെ പെണ്ണുപിള്ള പിള്ളേരെയും കൊണ്ട് വീട്ടിൽ പോയെന്നാ കേട്ടെ. ആ, വീട്ടിൽ പോയെങ്കിൽ പിന്നെ ഇപ്പൊ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയായി. അന്ന് ഇവിടെ വന്ന ആ പാട്ടുകാരനില്ലേ അഫ്സലുകുമാർ, സാനുക്കുട്ടിയും കൊണ്ട് അവൻ അങ്ങ് ദുബായി പോയി. അതുകൊണ്ട് എന്തുവാ മോളിക്കുട്ടിയും പിള്ളേരും രക്ഷപ്പെട്ടു. അവിടെ കുഞ്ഞച്ഛന്റെ കാര്യം ഓർത്തപ്പോ എനിക്ക് ചിരി വരിക. ഓ, മരണക്കിടക്കെ എണീറ്റ് വരുവാന്നോ? പതിയെ പതിയെ. ആരും നോക്കണ്ട, ഞാൻ കുഞ്ഞച്ചൻ തന്നെ. അയ്യോ കുഞ്ഞച്ചാ, ഇതെന്നാ പറ്റി? മാനസാന്തരം, ദൈവവിളി. ഉള്ളത് പറങ്ങട്ടെ. ശവത്തെ കുത്തല്ലേ ചോക്ലി. ഇനി എന്നാ കുത്താനാ? അപ്പം തന്നെ കെട്ടിയോളോ? അങ്ങനെ സാലി പോയി. ഇനി എനിക്ക് എന്റെ മോളി തന്നെ ശരണം. ചേടാ, ഈ ഗൾഫുകാരന്റെ വരയിൽ അവളെങ്ങനാ വീണത്? എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ. അത് ഈ ഫോണിൽ എന്തോ ആപ്പുണ്ടല്ലോ. ആപ്പാ? വർക്ക്ഷോപ്പ്. ഓ, വർക്ക്ഷോപ്പ്. അതാണ് നമ്മൾ ഈ കണ്ട് സംസാരിക്കുന്നത്. സ്കൂപ്പ് സൂപ്പാ സ്കൂപ്പ്. ഓ, അപ്പൊ അതുവഴിയാണ് നീ ജർമ്മനിയിലുള്ളവരുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നത്, അല്ലയോ? സാറിൻ്റെ ഭാര്യ മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ്. 15 വർഷം കഴിഞ്ഞു എന്ന്. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തിട്ടും താൻ തോന്നിയായി മകൻ. അവൻ കാരണം അവർ മരിച്ചത്.
എന്താ ബി? എന്താ ഇവിടെ കാര്യം പറ. ഞാൻ 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 എബി അല്ല. എബി അല്ലേ? പിന്നാരാ നീ? ഞാനൊരു കള്ളം പറഞ്ഞതാ, പേടിച്ചിട്ട്. പിന്നാരാ നീ? എന്തിനാ മാറ്റി പറഞ്ഞത്? എന്റെ പേര് ഞാൻ ജീവനാ, പപ്പയുടെ മോൻ. എന്താ മോനെ? എനിക്കിവിടെ പറ്റുന്നില്ല അച്ഛാ, ഞാൻ അങ്ങോട്ട് വരുവാ. നീ എന്താ ഈ പറയുന്നത്? കാര്യം എന്താ ജീവ? ഒന്നുമില്ല, എനിക്കിവിടെ വേണ്ട. എന്റെ മമ്മി പോയി, പപ്പയുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. മോനെ, എത്ര ബുദ്ധിമുട്ടിട്ടാ നിന്റെ പപ്പയെ കണ്ടെത്തിയത്? എന്നിട്ടിപ്പോ എടാ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം മാറാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? എനിക്ക് അറിഞ്ഞൂടാ മോനെ. എടാ എന്താ പറ്റിയവന്? അവൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. എന്താണെന്നോട്ട് പറയുന്നുമില്ല. എന്നാ പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പോരാ. ഇപ്പം നമ്മൾ അവനെ ഇങ്ങോട്ട് വരുത്തിയ അത് നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അവന്റെ മാനസികാവസ്ഥ ഞാൻ കണ്ടതാ. നിന്നോടും മോളോടും ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കുരിശിങ്കലച്ചൻ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. എന്താ? അവന്റെ മമ്മി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അവൻ വീട് വിട്ടതിൽ മനം നൊന്താണ് അവര് പോയത്. ലോറൻസിന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ആ സ്ത്രീ പ്രസവിക്കുമ്പോൾ തിരിച്ചറിയാനാവാത്ത സ്ഥിതിയിലുള്ള ഒരു മാനസിക രോഗിയായിട്ടായിരുന്നു ആ സ്ത്രീയുടെ മരണം. ആ കുട്ടിക്കിപ്പോ 15 വയസ്സുണ്ട്. പേര് ജിനോ. ഒന്നും അവനോട് ഞാൻ പറഞ്ഞില്ല, സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതി. ഇനിയും അവൻ ആരെയും നഷ്ടപ്പെട്ടുകൂടാ. അതിനി ഒറ്റ വഴിയേ ഉള്ളൂ.